ലാർജ് സ്കെയിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1-2 സ്റ്റെപ്പുകൾ സ്റ്റോറേജ്, ഫിൽട്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിനുശേഷം വരുന്നതാണ് ഡിസിൻഫെക്ഷൻ മെത്തേഡ് ടെക്നിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന പ്രൊസീജിയറിനകത്ത് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ അതിൻ്റെ ഡെഫിനിഷനിലൂടെ തന്നെ തുടങ്ങാം. എന്താണ് ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്? ദി പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് ആൻഡ് കില്ലിംഗ് ദി ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ്. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയെയും അതുപോലെ തന്നെ മറ്റ് മൈക്രോ ഓർഗാനിസംസിനെല്ലാം നശിപ്പിക്കുന്ന പ്രൊസീജിയറാണ്, ആ പ്രക്രിയയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളുണ്ടാവും. ആ കെമിക്കലുകളെ പറയുന്ന പേരാണ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ബാക്ടീരിയയും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെല്ലാം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെ പറയുന്ന പേരാണ് ഡിസിൻഫെക്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് ആൻഡ് കില്ലിംഗ് ദി ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ്. ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്ന പ്രൊസീജിയറാണ്, പ്രക്രിയയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളെ പറയുന്ന പേരാണ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസിൻഫെക്റ്റൻ്റ് അത് എന്തൊക്കെയാണ് ആവശ്യകതകൾ, ഈ ഡിസിൻഫെക്റ്റൻ്റെ ആവശ്യകതകൾ എങ്ങനെയൊക്കെയാണ് വരുന്നതാണ് അടുത്ത് പറയുന്നത്. നീഡ്സ് ഫോർ ഡിസിൻഫെക്ഷൻ. അതിലെന്താ പറയുന്നത്? നമ്മളിപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പ്രൊസീജിയറൊക്കെ ചെയ്തല്ലേ, ഫിൽട്രേഷൻ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ സെഡിമെൻറ്റേഷൻ, കൊയാഗുലേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിൽട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്താലും എല്ലാ ബാക്ടീരിയയും അതിൽ നിന്ന് റിമൂവ് ആവണമെന്നില്ല. ഓക്കെ, ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളത്തിലും ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, തന്നെയുമല്ല അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഫിൽട്രേഷൻ കഴിഞ്ഞ വെള്ളം നമ്മൾ വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കയറ്റി വിടുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം എന്നൊക്കെ പഠിച്ചല്ലേ, കൺട്രോൾ വാൾവുകളുള്ള ഡ്രൈനേജ് സിസ്റ്റം, പുറത്തേക്ക് ഔട്ട് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ഈ വെള്ളം കടത്തി വിടുമ്പോൾ അവിടെയും കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. അവിടെ കണ്ടാമിനേഷൻ സാധ്യത എങ്ങനെ വരുന്നത്? ഈ നമ്മളിപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ പൈപ്പുകൾ ഇടവിട്ട് എം ടി ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ ഈ ഇതിന് ഒരുപാട് കണ്ടാമിനേഷന് സാധ്യതകളുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഈ ഡിസിൻഫെക്ഷൻ കൃത്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇനി എന്താ പറയുന്നത് അടുത്ത പോയിന്റ്, പ്രസൻസ് ഓഫ് ടാർബിഡിറ്റി, കളർ ആൻഡ് മിനറൽസ്. ഇതൊക്കെ ഈ കളറും അതുപോലെ തന്നെ ടാർബിഡിറ്റി, മിനറൽസൊക്കെ നമ്മുടെ നമുക്ക് ആരോഗ്യകരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഒരു നേരിയ ലെവലിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാൽ കൂടെ ചെറിയ ഒരു അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നേരിയ അംശം വെള്ളത്തിലേക്ക് കലരുമ്പോൾ ഈവൻ സിംഗിൾ ഹാംഫുൾ ഓർഗാനിസം വിൽ ബി ഡെഫിനറ്റ്ലി ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ചെറിയൊരു ഘടകം ഈ വെള്ളത്തിലേക്ക്, പാത്തോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഏജൻറ്റ് ഈ വെള്ളത്തിലേക്ക് കലരുമ്പോൾ ആ വെള്ളം മൊത്തം കണ്ടാമിനേറ്റഡ് ആവും, നമ്മുടെ ആരോഗ്യത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസിൻഫെക്ഷൻ്റെ ആവശ്യകതകൾ. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്യുക, ഇതെല്ലാം ക്ലിയർ ആക്കാൻ ഡിസിൻഫെക്ഷൻ ചെയ്തേ പറ്റൂ. ഇനി അടുത്തത് ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ്. അപ്പോൾ ഡിസിൻഫെക്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. ഡിസിൻഫെക്ഷൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളാണ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണനിലവാരങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് അടുത്ത് പറയുന്നത്. disinfection factors should be destroy all the pathogenic bacteria and make the water potable. അതിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ പാത്തോജനിക് ബാക്ടീരിയയും നശിപ്പിക്കാനും അതുപോലെ തന്നെ വെള്ളം നമുക്ക് സ്വാദിഷ്ടമായിട്ടും നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് ഉപയോഗിക്കാനുള്ള ശേഷിയുള്ളതായിരിക്കണം ഈ കെമിക്കലുകൾ, ഡിസിൻഫെക്റ്റൻ്റ്. നമ്മൾ ആ ഡിസിൻഫെക്ഷൻ കഴിഞ്ഞാൽ, ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്കത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത പോയിന്റിൽ പറയുന്നത് അധികം സമയമെടുക്കരുത്. ഈ ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാൻ നോർമൽ ടെമ്പറേച്ചറിൽ അധികം സമയമെടുക്കാത്തതായിരിക്കണം ഒരു നല്ല ഡിസിൻഫെക്റ്റൻറ്റ്. ഇനി അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് നമ്മുടെ നാവിനോ രുചിക്കോ ഇതിനൊന്നും ഒട്ടും ഹാനികരമല്ലാത്ത തരത്തിലുള്ള ഡിസിൻഫെക്റ്റുകളാണ് ഒരു ഗുഡ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര കാര്യങ്ങളാണ് നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റെ ഗുണനിലവാരങ്ങൾ. അതുപയോഗിച്ച് ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഫിൽട്രേഷൻ കഴിഞ്ഞു, ഡിസിൻഫെക്ഷൻ കഴിഞ്ഞു, സ്റ്റോറേജ് ഫസ്റ്റ് കഴിഞ്ഞു, ഫിൽട്രേഷൻ കഴിഞ്ഞു, ഡിസിൻഫെക്ഷൻ കഴിഞ്ഞു. ഇനി ഡിസിൻഫെക്ഷനകത്ത് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡിസിൻഫെക്ഷനുകളാണ് നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഒന്ന് സ്റ്റോറേജ് പഠിച്ചു, ഫിൽട്രേഷൻ പഠിച്ചു,
അതുപോലെ തന്നെ ഡിസിൻഫെക്ഷൻ പഠിച്ചു. ഇനി ഈ ഡിസിൻഫെക്ഷനിൽ വരുന്ന മറ്റ് മെത്തേഡുകൾ എന്തൊക്കെ തരത്തിലുള്ള മെത്തേഡുകളാണ് അത് അടുത്ത വീഡിയോയിൽ.